നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും ഒരു ബിഗ് ന്യൂസ് പുറത്തു വന്നിരിക്കുന്നു. നെയ്മർ ജൂനിയർ ഗ്രൗണ്ടിൽ ഇറങ്ങി പരിശീലനം ആരംഭിച്ചിരിക്കുന്നു. വാവ് വാവ്, ഗ്രേറ്റ് ന്യൂസ്. പക്ഷേ പലപ്പോഴും വാർത്തകൾ മുഴുവൻ കേൾക്കാതെ അങ്ങ് പലരും ആഘോഷമാക്കാറുണ്ട്. നമ്മൾ ഈ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ ഓടുന്നവരെ പോലെ. നമ്മുടെ ലൈവ് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നത്തെ അർജന്റീന വേഴ്സസ് അൾജീരിയ മത്സരം, ഫ്രാൻസ് വേഴ്സസ് സെനഗൽ മത്സരം, അതിനൊക്കെ പ്രിവ്യൂ ആയിരുന്നു ആ ലൈവിലുണ്ടായിരുന്നു. അതിൽ ചില സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് നെയ്മർ ട്രെയിനിങ് ആരംഭിച്ചു, ഗ്രൂപ്പ് ട്രെയിനിങ് ആരംഭിച്ചു എന്നൊക്കെ പറയുന്നത് കണ്ടു. അങ്ങനെയല്ല, നെയ്മർ ഗ്രൂപ്പ് ട്രെയിനിങ് അല്ല ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ പോസിറ്റീവ് ന്യൂസാണ്, അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ വിശദമായിട്ട് കൃത്യമായിട്ട് ബ്രസീലിൽ നിന്നുള്ള സോഴ്സ് വെച്ചാൽ നമ്മൾ പറയുന്നത്, നെയ്മർ ജൂനിയർ ഇതാ ഏതാണ്ട് ഒരു മാസത്തെയൊക്കെ സമയത്തിന് ശേഷം ഗ്രൗണ്ടിൽ ഇറങ്ങി പരിശീലനം ആരംഭിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ട്രാൻസിഷൻ ഘട്ടത്തിലെ സുപ്രധാനമായിട്ടുള്ളൊരു ഫേസാണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സ്നീക്കേഴ്സ് അണിഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിലിറങ്ങി. ബൂട്ടല്ല, മനസ്സിലാക്കണം, ബൂട്ടല്ല, സ്നീക്കേഴ്സ് അണിഞ്ഞ് അദ്ദേഹം ഗ്രൗണ്ടിലിറങ്ങി ഫിസിക്കൽ എക്സസൈസുകളാണ് ചെയ്തത്. വിത്തൗട്ട് ദി ബോളുമായിട്ടുള്ള പരിശീലനമല്ല, സഹതാരങ്ങൾക്കൊപ്പമുള്ള ഗ്രൂപ്പ് ട്രെയിനിങ്ങുമല്ല, ടാക്ടിക്കൽ വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. അദ്ദേഹം ഫിസിക്കൽ എക്സസൈസുകളാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗ്രേറ്റ് ന്യൂസാണ്. ജിം വർക്കുകൾ മാത്രമല്ലാതെ പതിയെ ഇതാ ഗ്രൗണ്ടിൽ ഇറങ്ങി അദ്ദേഹം റൺ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നു. സോ ഈസ് ഗെറ്റിംഗ് റെഡി എന്നാണ് ഇതിനർത്ഥം. പൂർണ്ണമായിട്ടങ്ങ് പരിക്ക് മാറി ഇതാ നാളെ ഹെയ്ത്തിക്കെതിരെ അടുത്ത കളി കളിക്കുന്നു എന്നല്ല. ഹെയ്ത്തിക്കെതിരെ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത സ്റ്റിൽ വളരെ വിദൂരമാണ് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത്. ഇനി അദ്ദേഹത്തിന് പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. പൂർണ്ണ ഫിറ്റ്നസ് വരും, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണിത്. എന്നിട്ട് അദ്ദേഹത്തിന് ഗെയിം റിതം തിരികെ പിടിക്കേണ്ടതുമുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ കളത്തിലിറക്കുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇനി അദ്ദേഹത്തെ പെട്ടെന്ന് റഷ് ചെയ്ത് കളിക്കളത്തിലേക്ക് ഉന്തി വിട്ട് വീണ്ടും ഒരു പരിക്കുണ്ടാക്കാൻ കാർലോ ആഞ്ചലോട്ടിയോ CBFO ആഗ്രഹിക്കുന്നില്ല. ആവശ്യത്തിന് സമയം കൊടുത്ത് ആളെ പൂർണ്ണ ഫിറ്റാക്കിയിട്ട് ഗ്രൂപ്പ് സ്റ്റേജ് ഇല്ലെങ്കിൽ വേണ്ട, നോക്കൗട്ട് സ്റ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് അദ്ദേഹത്തെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ CBFും ആഞ്ചലോട്ടിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള വിവരമാണ്. നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിനെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഓൺ ദി പിച്ച്, ഗ്രൗണ്ടിൽ അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നത്. യെസ്, ആ ട്രാൻസിഷൻ പീരീഡിലെ ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, വിത്ത് ബോൾ ടീമിനോടൊപ്പമുള്ള ഗ്രൂപ്പ് ട്രെയിനിങ് ആയിരിക്കും. അതും വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെ കരുതണം. ഇപ്പോൾ ഏതായാലും അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നുള്ള ബിഗ് ന്യൂസ് വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.